എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിന്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എയർ കംപ്രസർ, എയർ ടാങ്ക്, സ്ലാക്ക് അഡ്ജസ്റ്റർ എന്നിവ പരിശോധിക്കാനും സർവീസ് ചെയ്യാനും നമ്മൾ പഠിക്കും. ഈ പാഠത്തിന്റെ അവസാനത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എയർ കംപ്രസർ പരിശോധിക്കുകയും സർവീസ് ചെയ്യുകയും ചെയ്യുക, എയർ ടാങ്ക് പരിശോധിച്ച് സർവീസ് നടത്തുക, സ്ലാക്ക് അഡ്ജസ്റ്റർ പരിശോധിച്ച് സർവീസ് ചെയ്യുക. ഇതിന് ആവശ്യമായ ടൂളുകളും വസ്തുക്കളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനി ടൂൾ കിറ്റ് 1, സോക്കറ്റ് സ്പാനർ സെറ്റ് 1, വാക്വം അസിസ്റ്റഡ് ബ്രേക്ക് സിസ്റ്റം 1, വർക്ക് ബെഞ്ച് 1, വീൽ ചോക്ക് 1, ആവശ്യാനുസരണം കോട്ടൺ വേസ്റ്റ്, സോപ്പ് ഓയിൽ ആവശ്യാനുസരണം, ആവശ്യാനുസരണം ഹൈഡ്രോളിക് ഓയിൽ. എയർ കംപ്രസർ സർവീസ് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സിസ്റ്റത്തിൽ നിന്ന് ഓയിലും എയറും റിലീസ് ചെയ്യുക. ക്ലാമ്പിംഗ് നട്ട് നീക്കം ചെയ്ത് ബോഡിയിൽ നിന്ന് കംപ്രസർ പുറത്തെടുക്കുക. ഡ്രൈവ് കണക്ഷനുകൾ, സിലിണ്ടർ ഹെഡ്, റീഡ് വാൽവുകൾ, ബേസ് കവർ പ്ലേറ്റ് എന്നിവ നീക്കം ചെയ്യുക. ക്രാങ്ക് ഷാഫ്റ്റ് തിരിച്ച് പിസ്റ്റന് താഴെയുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ലോക്ക് പ്ലേറ്റ് അൺലോക്ക് ചെയ്യുക. റോഡ് ബോൾട്ടുകളും ബെയറിംഗ് ക്യാപ്പും ഷെല്ല് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. പിസ്റ്റൺ, വളയങ്ങൾ, കണക്റ്റിംഗ് റോഡ്, എൻഡ് കവർ, ക്രാങ്ക് ഷാഫ്റ്റ് എന്നിവ നീക്കം ചെയ്യുക. പരിശോധന: എല്ലാ ഭാഗങ്ങളും ഓയിൽ പാസുകളും വൃത്തിയാക്കുക. സിലിണ്ടർ ബോർ, ടേപ്പർ, ഓവാലിറ്റി എന്നിവ പരിശോധിക്കുക. പിസ്റ്റൺ ഗ്രോവിൽ റിംഗ് ക്ലിയറൻസ് പരിശോധിക്കുക. കണക്റ്റിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗുകളും പരിശോധിക്കുക. റീഡ് വാൽവുകൾ, ത്രസ്റ്റ് വാഷർ, പിസ്റ്റൺ, സിലിണ്ടർ ഹെഡ് എന്നിവ വിള്ളലുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക. അസംബ്ലിംഗ്: ക്രാങ്ക് ഷാഫ്റ്റും ത്രസ്റ്റ് വാഷറും സിലിണ്ടർ ബ്ലോക്കിൽ വയ്ക്കുക. ഓയിൽ, സീൽ ആൻഡ് കവർ ഗാസ്കറ്റ് മാറ്റിയ ശേഷം കംപ്രസർ ബോഡി ഉറപ്പിച്ചിരിക്കുന്നു. പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, പിന്നുകൾ എന്നിവ കൂട്ടിച്ചേർക്കണം. ഗ്രോവുകളിൽ പിസ്റ്റൺ റിംഗ് ശരിയാക്കുക. ഒരു റിംഗ് ഗൈഡ് ഉപയോഗിച്ച് സിലിണ്ടറിലേക്ക് പിസ്റ്റണും കണക്റ്റിംഗ് റോഡും ഇൻസേർട്ട് ചെയ്യുക. വാൽവ് പ്ലേറ്റിൽ ഡെലിവറി വാൽവ് ഘടിപ്പിക്കുക. വാൽവ് പ്ലേറ്റ് റിവേഴ്സ് ചെയ്ത് ഇൻലെറ്റ് റീഡ് വാൽവ് ശരിയാക്കുക. പുതിയ ഗാസ്കറ്റ് ഉപയോഗിച്ച് സിലിണ്ടർ ഹെഡും വാൽവ് പ്ലേറ്റും കൂട്ടിച്ചേർക്കുക. ഗാസ്കറ്റിൽ ഗ്രീസ് അല്ലെങ്കിൽ എണ്ണ പുരട്ടുക. ഫാസ്റ്റനറുകൾ ഉപയോഗിച്ച് സിലിണ്ടർ ഹെഡ് ഫിറ്റ് ചെയ്യുക. ബോഡിയുടെ താഴത്തെ കവർ ഘടിപ്പിച്ച് എഞ്ചിനോട് ശരിയായി ഫിക്സ് ചെയ്യുക. എയർ ടാങ്കിന്റെ പരിശോധനയും സർവീസിംഗും: ഡ്രെയിൻ എയർ പ്ലഗ് നീക്കം ചെയ്യുക. എയർ ലൈനുകൾ വിച്ഛേദിക്കുക. മൗണ്ടിംഗ് ബ്രാക്കറ്റ് അഴിക്കുക. സേഫ്റ്റി വാൽവ് ബോഡി, സർക്ലിപ്പ്, റീറ്റൈനിംഗ് പ്ലേറ്റ് എന്നിവ അഴിക്കുക. ബോളും സ്പ്രിങ്ങും പിൻവലിക്കുക. വിള്ളലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ആവശ്യമുള്ളിടത്ത് വീണ്ടും വെൽഡ് ചെയ്യുക. വാൽവ് ബോഡിയിലെ ബോൾ സീലിംഗ്, സ്പ്രിംഗ് എന്നിവ പരിശോധിക്കുക. കേടുപാടുകൾ സംഭവിച്ചാൽ മാറ്റി സ്ഥാപിക്കുക. സർക്ലിപ്പ് ഉപയോഗിച്ച് വാൽവ് ബോഡിയിൽ ബോൾ സ്പ്രിങ്ങും വാഷറും സ്ഥാപിക്കുക. സുരക്ഷാ വാൽവ് കൂട്ടിച്ചേർക്കുക. ഒരു വാഷർ ഉപയോഗിച്ച് ഡ്രെയിൻ പ്ലഗ് ശരിയാക്കുക. ടാങ്ക് മൗണ്ട് ചെയ്ത് എയർ ലൈനുകൾ ബന്ധിപ്പിക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. സ്ലാക്ക് അഡ്ജസ്റ്റ്മെന്റിന്റെ പരിശോധനയും സർവീസിംഗ്: ക്ലാം ഷാഫ്റ്റിൽ നിന്ന് ക്ലാമ്പ് നീക്കം ചെയ്യുക. ക്ലീവിസ് നീക്കം ചെയ്തുകൊണ്ട് യോക്കും പുഷ് റോഡും വിച്ഛേദിക്കുക.
സ്ലാക്ക് അഡ്ജസ്റ്റർ പുറത്തെടുക്കുക. കവറുകളിൽ റിവറ്റുകൾ നീക്കം ചെയ്യുക. വെഡ്ജ് പ്ലഗ് നീക്കം ചെയ്യുക. വേം ഷാഫ്റ്റ് ലോക്ക്, സ്പ്രിംഗ്, വേം ഷാഫ്റ്റ്, വേം ഗിയർ എന്നിവ നീക്കം ചെയ്യുക. വിള്ളലുകൾക്കായി ബോഡി വൃത്തിയാക്കി പരിശോധിക്കുക. യോക്ക് പ്ലേ പരിശോധിക്കുക. പ്ലേ ഉയർന്നതാണെങ്കിൽ ബുഷ് മാറ്റുക. വേം ഗിയർ പ്രവർത്തിക്കുന്ന ബോഡിയുടെ ഉൾഭാഗം ബർറുകളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുക. വേം ഗിയർ, വേം ഷാഫ്റ്റ്, വേം ലോക്ക് എന്നിവ ഏതെങ്കിലും വയർ ഉണ്ടോ എന്ന് പരിശോധിക്കുക. സ്ലാക്ക് അഡ്ജസ്റ്ററിൽ വേം ഗിയർ സ്ഥാപിക്കുക. ഒരു വെഡ്ജ് പ്ലഗ് ഘടിപ്പിക്കുക. പുതിയത് ഉപയോഗിച്ച് നിപ്പിൾ ലൂബ്രിക്കേറ്റ് ചെയ്യുക. അവസാനം ബോഡിയുടെ രണ്ടറ്റത്തും കവർ റിവറ്റ് ചെയ്യുക. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് എയർ കംപ്രസർ പരിശോധിക്കുകയും സർവീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. എയർ ടാങ്ക് പരിശോധിച്ച് സർവീസ് നടത്തുക. സ്ലാക്ക് അഡ്ജസ്റ്റർ പരിശോധിച്ച് സർവീസ് ചെയ്യുക. ഈ സെഷനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.